എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 24-ാമത് വചനം. എന്നെ ഉപദേശിപ്പീൻ, ഞാൻ മിണ്ടാതെ ഇരിക്കാം. ഏതിൽ തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധം വരുത്തുവീൻ എന്നുള്ള ദൈവവചന ചിന്തയാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഭവിച്ചിരിക്കുന്ന പ്രതിസന്ധികളുടെയും നഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിൽ തന്നെ ആശ്വസിപ്പിക്കുവാൻ എന്ന് പറഞ്ഞ് തൻ്റെ സ്നേഹിതന്മാരായ ചില ആളുകൾ തൻ്റെ അരികിലേക്ക് കടന്നു വരികയും തൻ്റെ വീഴ്ചയുടെ കാരണങ്ങളെക്കുറിച്ച് അവരുടെ ചിന്തകളും അവരുടെ തോന്നലുകളുമൊക്കെ ഇയ്യോബിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോട് ഇയ്യോബ് പറയുന്നതായ 2 അപേക്ഷകളാണ് 24-ാം വാക്യം എന്ന് പറയുന്നത്. എന്താണ് ഇയ്യോബിൻ്റെ അപേക്ഷ? നിങ്ങൾ കൃത്യമായ തലത്തിൽ എന്നെ ഉപദേശിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ മിണ്ടാതെ ഇരുന്ന് കേൾക്കുവാൻ ഞാൻ തയ്യാറാണ് എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. മറ്റൊന്ന്, ഏതിൽ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് നിങ്ങളെനിക്ക് ബോധം വരുത്തുവാൻ കഴിയുന്നു എങ്കിൽ അത് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാനും ആ ബോധ്യതയുടെ മുൻപിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നും പറയുന്ന 2 അപേക്ഷകളാണ് ഈ വാക്യത്തിൽ ഇയ്യോബ് ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ലാഭങ്ങളും നഷ്ടങ്ങളും ഒക്കെ കടന്നു വന്നെന്നു വരാം. എന്നാൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപദേശിക്കുന്നവരുടെ ആ ഉപദേശങ്ങളെ മിണ്ടാതെ ഇരുന്ന് കേൾക്കുവാനും തെറ്റുകൾ വളരെ കൃത്യമായ തലത്തിൽ ആ ഉപദേശത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ തെറ്റുകളെ കണ്ടെത്തി ദൈവത്തിൻ്റെ മുൻപിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുവാൻ മനസ്സ് വയ്ക്കുന്നു എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമായി തീരും എന്നുള്ള കാര്യമാണ്. ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് തെറ്റ് ചെയ്യുകയും നാഥാൻ പ്രവാചകൻ തൻ്റെ അരികത്ത് വന്ന് കൃത്യമായി തന്നെ ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ ആ ഉപദേശങ്ങൾ മിണ്ടാതെ ഇരുന്ന് കേൾക്കുകയും തെറ്റു മനസ്സിലായി തന്നെ തന്നെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക കൊണ്ട് ദാവീദിൻ്റെ ജീവിതം നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും വിടുതലിലേക്കും നയിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉപദേശിക്കുന്നവരോട് കയർക്കുന്നവരായിട്ടല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മെ ഉപദേശിക്കുന്നവരെ ആഴമായി കേൾക്കുവാനും തിരുത്തേണ്ട ഇടങ്ങൾ തിരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരികയും ചെയ്യുന്നു എങ്കിൽ അത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ
അത് ദാവീദിൻ്റെ ജീവിതത്തിൽ നന്മയായതുപോലെ നമ്മുടെ ജീവിതത്തിലും നന്മയായിത്തീരുമെന്നോർത്ത് ഉപദേശങ്ങളെ തിരസ്കരിക്കുന്നവരായിട്ടല്ല, ഉപദേശങ്ങളെ കേൾക്കുന്നവരും അതിനനുസൃതമായി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരുമായി തീരാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ഉപദേശിക്കുന്നവരോട് കയർക്കുന്നവരായിട്ടല്ല, അത് ശ്രദ്ധിച്ച് കേട്ട് തിരുത്തേണ്ട മണ്ഡലങ്ങളെ തിരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള നന്മകൾ പ്രാപിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദൈവവചന ചിന്ത കേൾക്കുന്ന എല്ലാവരെയും അതിനായി ഒരുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.